രണ്ട് തരത്തിലുള്ള ജ്ഞാനമുണ്ട്. ഇൽമുൽ അദിയാൻ ഇൽമുൽ അബ്ദാൻ. അതായത് മതസംബന്ധിയായ ജ്ഞാനമുണ്ട്, ശരീര സംബന്ധമായ ജ്ഞാനമുണ്ട്. അതായത് ഭൗതിക ജ്ഞാനങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ പറയാം. എന്നിട്ട് ഖദ് ജമഅ അല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയത്തിൻ മിൻ കിതാബിന. നമ്മുടെ ആയത്തിൽ ഒരൊറ്റ ആയത്തിൻ്റെ പകുതി കൊണ്ട് അള്ളാഹു ഈ ആരോഗ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഏതാണത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു, കുലു വസ്റബു വലാ തുസ്രിബു. നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, പക്ഷെ എന്താവരുത്? അമിതമാവരുത്. അമിതം ചെയ്യാതിരിക്കണം എന്നാണ് ആയത്ത്. അത് മതി, ആരോഗ്യദായകമായ ഒരു ശരീരം സൃഷ്ടിക്കാൻ അത് മതിയാകുമെന്ന ആരോഗ്യശാസ്ത്രത്തിൻ്റെ സമ്പൂർണമായ ഉള്ളടക്കത്തെയും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞു വെച്ചു. ഒറ്റ കാര്യം. അങ്ങനെ പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്തായിട്ട് ഈ ചർച്ച വരണേ. പക്ഷേ ഇന്നത്തെ കാലത്തും ഈ ചർച്ച പ്രസക്താണ്. ഇപ്പോഴും ആരോഗ്യം എവിടെ നിന്ന് തന്നെ വേണം? ഭക്ഷണത്തിൽ നിന്ന് തന്നെ വേണം. ഭക്ഷണം ഒരു മരുന്ന് പോലെയാകണം. ഇനി ഇതാ കേട്ടോളൂ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളുടെ പ്രവാചകൻ്റെ വാക്കുകളിൽ വല്ലതുമുണ്ടോ ആരോഗ്യശാസ്ത്ര സംബന്ധമായി? കുറച്ചുകൂടി തെളിച്ച ചോദ്യമാണ് ആ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉവ്വല്ലോ, ഒന്നാൽ മിഅദത്തു ബൈത്തുൽ അദ്വായി. ഈ മിഅദത്ത്, ഈ കുടലുണ്ടല്ലോ, ഇത് നമ്മുടെ ആമാശയെന്ന് പറയാം. ഈ ആമാശയാണ് സകല രോഗങ്ങളുടെയും ബെയ്ത്ത്. ഇനി നിങ്ങൾ പറ, ഇതിനേക്കാൾ വലിയ വർത്തമാനം പറയാൻ പറ്റിയ ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നോ? അതായത് ആമാശയമാണ് എല്ലാ രോഗത്തിൻ്റെയും ഗേഹം. മാത്രമല്ല വൽഹിമ്യത്തു റഅ്സു കുല്ലി ദവാഇൻ. എല്ലാ മരുന്നിനേക്കാളും വലിയ മരുന്ന് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമാണ്, ഡയറ്റാണ്. നല്ല ഡയറ്റ് കീപ്പിംഗ് ഉള്ള ഒരാൾക്ക് ഒരു രോഗം വരില്ല. ഇനി മൂന്നാമത് നബി മറ്റൊന്നുകൂടി പറഞ്ഞു, വാഅത്തി കുല്ല ജസദിൻ മാ അവദത്തുഹു. ഓരോ ശരീരവും അത് പരിചയിച്ചതാകണം അതിന് കൊടുക്കേണ്ടത് എന്ന്. അത് മൂന്നാമത്തെ ഏറ്റവും വലിയൊരു തിയറിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ മൂന്ന് തിയറിയും കൂടെ ആലോചിച്ച് നോക്കിയാൽ, അതായത് ഒന്ന്, ഓരോ ജനപദങ്ങൾക്ക് അവരുടെ ഭൗമശാസ്ത്ര സംബന്ധിയായ ഒരു പരിസരത്തിൽ നിന്നാണ് അവരുടെ ഭക്ഷണത്തെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ ചക്കയും നമ്മുടെ മാങ്ങയും ഒക്കെ എന്താണ്? നമ്മുടേതാണ്. മനസ്സിലായോ? നമ്മുടേതാണ്. നമ്മുടെ മണ്ണിൽ വിളയുന്നതാണത്. നമ്മുടെ മണ്ണിൽ വിളയുന്നത് നമ്മുടെ ജൈവ ജീവിതത്തിൻ്റെ